വ്യാവസായിക രംഗത്തും കാർഷിക രംഗത്തും ഒരുപോലെ പരിചയമുള്ള ആളാണ് ശ്രീ ജോസഫ് തോമസ്. ഏറ്റവും വലിയ പ്രത്യേകത മർച്ചൻ്റ് നേവിയിലെ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ലോകം മുഴുവൻ കണ്ട ഒരാളുമാണ്. ഈ ലോകത്തൊക്കെ നടക്കുന്ന വ്യവസായങ്ങളെക്കുറിച്ച്, ഓരോ രാജ്യത്തെയും ജനതയെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ കാർഷിക രീതിയെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. അപ്പോൾ കേരളത്തിലെ നമ്മുടെ വ്യാവസായിക രംഗത്തിൻ്റെ ഒരു സ്ഥിതി പറഞ്ഞു. ഇത് നമ്മളൊരു ടീം വർക്കാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ മാറണം, പൊളിറ്റിക്കൽ കൾച്ചർ മാറണം, ജനങ്ങൾ ഉണരണം. അഴിമതിക്കാരായ തൊഴിലാളി നേതാക്കന്മാരുടെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറയത്തക്ക വിധത്തിൽ തൊഴിലാളി പ്രബുദ്ധനാകണം. അല്ലെങ്കിൽ തൊഴിലാളിയെ ചൂഷണം ചെയ്ത് ശതകോടികൾ സമ്പാദിക്കുന്ന തൊഴിലാളി നേതാക്കന്മാരുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് വരുമാനമായി ഉണ്ടായിരിക്കുന്നത് എന്ന് ചോദിക്കാനെങ്കിലും മിനിമം തൊഴിലാളി കഴിയത്തക്ക വിധത്തിൽ കൾച്ചർ മാറണം. നമ്മുടെ ഈ തൊഴിൽ സംസ്കാരം മാറണം. കൂടുതൽ തൊഴിലവസരങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകണം. അപ്പോൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന തൊഴിലാളി നേതാക്കന്മാരായാലും ശരി, ഗവൺമെൻറ് ആയാലും ശരി, ഫാക്ടറി ഉടമകളായാലും ശരി, ഇതിൽ നിന്നൊക്കെ ഈ കൾച്ചറിന് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ ഈ വലിയൊരു എക്സ്പീരിയൻസിൽ ഇക്കാര്യത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു പുതിയൊരു തൊഴിൽ സംസ്കാരം ഉണ്ടാകണം. കൂടുതൽ തൊഴിൽ സംരംഭം കേരളത്തിൽ ഉണ്ടാകണം. അതിനെക്കുറിച്ച് അങ്ങേക്ക് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നിർദ്ദേശം, ഇപ്പം ഞാനൊരു ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എക്സാമ്പിൾ, ഒന്നീ KFCയിലോ ബാങ്കിലോ എനിക്ക് 1 കോടി രൂപ ലോൺ വേണം. ഞാൻ 1 കോടി രൂപ ലോൺ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കളിത്തോക്ക് വേണമെങ്കിൽ ബീരങ്കിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പോലെയാണ്. ഒരു കളിത്തോക്കാണ് സാറിന് വേണമെന്നുണ്ടെങ്കിൽ ബീരങ്കിക്ക് സാർ ആപ്ലിക്കേഷൻ കൊടുക്കണം. വന്ന് കളിത്തോക്ക് കിട്ടും എന്ന് പറഞ്ഞ പോലെ എനിക്ക് KFCയിൽ ആദ്യം 4 കോടിയായിരുന്നു. ആദ്യത്തെ യൂണിറ്റിന് 1.25 കോടിയായിരുന്നു വേണ്ടത്, 1 കോടി തന്നു. രണ്ടാമത്തെ യൂണിറ്റിന് എനിക്ക് 3.5 കോടിയായിരുന്നു വേണ്ടത്, 2 കോടി 40 ലക്ഷം തന്നു. അപ്പോൾ ആ ഷോർട്ടേജിൽ നമുക്ക് ഇംപ്ലിമെൻറ്റേഷന് ടൈം കുറയും. അപ്പോൾ ഇവിടെ ലിബറലായിട്ട് ബാങ്ക് തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫോറിൻ മണി വരുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇവിടെ വരുന്നതിൽ 98% ആ ക്യാഷ് എടുത്ത് കേരളത്തിന് വെളിയിൽ ഒരു ലോൺ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ലോൺ കൊടുക്കുകയില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് സേഫ്റ്റി, ഞങ്ങൾക്ക് പ്രശ്നം വരരുത് എന്നുള്ളൊരു ചിന്താഗതിയാണ് മലയാളിയായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ മൊത്തവും. അതേസമയം ആന്ധ്രയിലോ കർണാടകത്തിലോ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് അവിടെയുള്ള ആൾക്കാർ ചെന്ന ഉടനെ ഞാൻ എന്താ നിങ്ങൾക്ക് സഹായം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു വളരെ ബഹുമാനവും സ്നേഹമായിട്ടുകൂടി ഒരു കർഷകനെയും ഒരു വ്യവസായിയും കാണുന്നുണ്ട്. ഇവിടെ അങ്ങനെ നേരെ മറിച്ച് അങ്ങനെയല്ല. ഇവിടെ നമുക്കൊന്നും ഒരു കർഷകനും ഒരു വ്യവസായിക്കൊന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല. നമ്മൾ കൃഷിക്കാരൻ കൃഷി ചെയ്തെങ്കിലേ അന്നം ഉണ്ടാവുള്ളൂ, വ്യവസായം ചെയ്തെങ്കിലേ വരുമാനം ഉണ്ടാവുള്ളൂ. ഈ 2 കൺസെപ്റ്റ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കില്ല. പിന്നെ ഒരുവിധപ്പെട്ട സാമ്പത്തികമായിട്ട് ഇല്ലാത്ത വലിയ ഉദ്യോഗസ്ഥന്മാർ മക്കളെല്ലാം വിദേശത്ത് അയച്ച് പഠിപ്പിച്ച് അവിടെ ജോലിയാകും. രാഷ്ട്രീയക്കാരിൽ ഭൂരിപക്ഷം നേതാക്കന്മാരും മക്കൾ വിദേശത്താണ്. ഏത് ഭരണകക്ഷി പ്രതിപക്ഷി എവിടെ എടുത്താലും എല്ലാ നേതാക്കന്മാരുടെയും മക്കൾ വിദേശത്ത് പോയി പഠിച്ച് അവിടെ ജോലിയാണ്. ഈ കല്ലെറിയാനും അടിക്കാനും നടക്കുന്ന അണികളുടെ മക്കളും എല്ലാം ദരിദ്രാവസ്ഥയിലായിട്ട് ഇന്നും ജീവിക്കുന്നു. കാർഷിക മേഖലയാണ്ട് 171 വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കൃഷി മേഖലയിൽ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതെല്ലാം പിരിച്ചു വിട്ടിട്ട് 2-3 ഡിപ്പാർട്ട്മെൻറ്റിൽ ഒതുക്കണം. കോടിക്കണക്കിന് ഇവർക്കൊക്കെ സാലറി ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഓരോ മാസവും. ഒരു കൃഷി നടന്നില്ലെങ്കിലും ഒരു കർഷകൻ്റെ ഉൽപ്പാദനം ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അതാത് സ്ഥലത്തെ കൃഷി ഓഫീസർമാർക്കെല്ലാം കൊടുക്കുന്ന സാലറിക്ക് ഒരു കൈയും കണക്കുമില്ല. അത് കാരണം ഓരോ ഗവൺമെൻറ് വരുമ്പോഴും അവനവൻ്റെ പാർട്ടിക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ ഇല്ലാത്ത വകുപ്പുകളുണ്ടാക്കി തിരികെ കയറ്റും. കേരളത്തിൽ തന്നെ ഒരുപാട് കോർപ്പറേഷനും ഒരുപാട് ഇതുണ്ട്. അതിൻ്റെ എല്ലാ ചെയർമാനും MDക്കൊക്കെ കാറും, പിന്നെ PSC തന്നെ എക്സാമ്പിൾ എടുക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC മെമ്പേഴ്സ് കേരളത്തിലാണ്. കാരണം ഓരോ പൊളിറ്റിക്കൽ ഘടകകക്ഷികളുടെ ഇതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെ പൊതുജനത്തിൻ്റെ പൈസയാണ്. ആ ഒരു തീരുമാനത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവും എടുക്കാത്തടത്തോളം കാലം ഇതൊന്നും രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകില്ല. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ഉള്ള അവർ പ്രതിപക്ഷവും ഭരണകക്ഷിയും നാടിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒറ്റക്കെട്ടാണ്. അവിടെ നടന്ന ഡെവലപ്മെൻറ്റുകൾ അവിടെയൊക്കെ കിലോമീറ്റർ നീളത്തിലുള്ള ഫ്ലൈ ഓവറുകളൊക്കെ 3-4 മാസം കൊണ്ട് തീരുകയാണ്. ഇവിടെ നമുക്ക് ഒരു 350 മീറ്റർ നീളമുള്ള ഇവിടെ ബേക്കറി ജംഗ്ഷനിലെ ഫ്ലൈ ഓവറിന് 17 കൊല്ലം എടുത്തു. ആലപ്പുഴ ബൈപ്പാസിന് വേണ്ടിയിട്ട് 44 കൊല്ലം എടുത്തു കേരളത്തിൽ. ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ ഇത് 1-2 വർഷത്തിനായി ഇതെല്ലാം തീരേണ്ടതാണ്. ആ ഒരു ഡിലേ നമ്മുടെ കേരളത്തിൽ മാറാത്തിടത്തോളം കാലം ആരെല്ലാം ഇനി എന്തെല്ലാം പോളിസി കൊണ്ടുവന്നാലും ഏകജാലകം കൊണ്ടുവന്നാലും ഒറ്റത്തവണ കൊണ്ടുവന്നാലും അതിനൊന്നും ഒരു മാറ്റം വരാൻ പോണില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് അവനവൻ്റെ കൂടപ്പറപ്പുകളെ പോലെയാണ് മറ്റുള്ളവരെന്നുള്ള ചിന്താഗതി വേണം. ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് പല ഓഫീസുകളിലും ചെന്ന് കൈയും കാലും പിടിച്ച് കാര്യങ്ങൾ നടത്തി OTSന് വേണ്ടി നടന്നു. പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിഫാൾട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും വിധം അങ്ങ് മാറും. അവൻ മനഃപൂർവ്വം പൈസ അടച്ചില്ല, നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാനൊക്കില്ല. ഞാൻ ഈ മർച്ചൻ്റ് നേവിയിലൊക്കെ ഡിസിപ്ലിൻ ആയതുകൊണ്ട് അവിടെ ഒരു ദിവസം ഷേവ് ചെയ്തില്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ നടപടിയായിരുന്നു. ആ കൾച്ചർ വന്നുകൊണ്ട് ഇപ്പോഴും നമ്മളെ കാണുമ്പോഴത്തേക്കും അവനൊരു ദോഷമില്ല. അവൻ്റെ നടപ്പ് കണ്ടാൽ പറയൂ ബുദ്ധിമുട്ടാണോ.
ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഈ ചെക്ക് മടങ്ങിയതിന് ഒരു എക്സാമ്പിളല്ലേ, കൂടുതലൊന്നും വേണ്ടല്ലോ. 4.5 കോടി ഒരു വ്യവസായിയുടെ നിന്ന് ഒറ്റയടിക്ക് വേറെ ആൾക്കാരുടെ കയ്യിലായി കിട്ടാതെ എന്നുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു. ഇതിനെല്ലാം കേസ് നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഭൂരിപക്ഷം വക്കീലന്മാരും യുവജനങ്ങളായ വക്കീലന്മാരൊന്നും കേസ് പഠിക്കുന്നില്ല. അവരെങ്ങനെയെങ്കിലും ഡിഗ്രി കൊണ്ടിറങ്ങും, മാക്സിമം ആൾക്കാരുടെ നിന്ന് കാശ് വീഴുക എന്നുള്ളതല്ലാതെ അങ്ങോട്ട് പോകുന്നില്ല. അപൂർവം ചില ഒരു 5% വക്കീലന്മാർ മാത്രമേ ഇപ്പോൾ കേസ് പഠിക്കുന്നു. അത് നമ്മുടെ കേസിനെ ബാധിക്കും, സമയത്ത് ബാധിക്കില്ല. 6-7 വർഷമായിട്ട് ഹാജരാത്ത പ്രതികളുണ്ട്. എന്നാൽ അവർക്കൊരു വാറണ്ട് അയക്കാനോ അവരെ നടപടിയെടുക്കാനോ കയറി ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന വക്കീലന്മാർ ഇപ്പോൾ കുറവാണ്. വലിയ സീനിയർ വക്കീൽസൊക്കെ അറിയാം, പക്ഷേ അവരെല്ലാം ജൂനിയേഴ്സിനെ വിടും, അവരൊന്നും കേസ് ബാധിക്കത്തില്ല. അങ്ങനെ ഒരു ഡ്രോബാക്ക് നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ നമ്മുടെ ലോ അക്കാഡമി പോലുള്ള സ്ഥലത്ത് നിന്ന് പ്രൈവറ്റായിട്ട് പഠിച്ച് പരീക്ഷ മാത്രം എഴുതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കേരളത്തിന് വെളിയിൽ പോയി സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നതുകൊണ്ട് കേസ് ബാധിക്കാൻ അറിഞ്ഞുകൂടാ, പഠിക്കില്ല. അതെല്ലാം നമ്മളെ ബാധിക്കും. ഓരോ തവണ അവരുടെ ഫീസിനും കാര്യത്തിനും ഒരു കുറവുമില്ല. അതായത് കേസ് കൃത്യമായിട്ട് പഠിച്ച് പറയാൻ അറിയാവുന്ന അഭിഭാഷകരുടെ എണ്ണം കുറവാണ്. പുതിയ തലമുറയിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കേസ് പഠിക്കാനോ അല്ലെങ്കിൽ ഈ പ്രൊഫഷനെ ഗൗരവമായിട്ട് എടുക്കുന്നുള്ളൂ. കേസ് കേൾക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം, അപ്പം അത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ ട്രേഡ് യൂണിയൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പം അങ്ങയുടെ നേരിട്ടുള്ള ജോലി ഉണ്ടായിരുന്ന 400 പേരാണെന്നാണ് പറഞ്ഞത്. 400 പെർമനന്റ് വർക്കേഴ്സ്, പി എഫ് അടയ്ക്കുന്ന 400 പേരുണ്ടായിരുന്നു. 3000 പേർക്ക് ഇൻഡയറക്റ്റ്. അപ്പം അത്രയും ആളുകളുടെ ഇൻഡയറക്റ്റ് ക്യാഷ് ലേബേഴ്സ് 80 പേരോളം ഉണ്ടായിരുന്നു. പിന്നെ വാഹനങ്ങൾ, ഡ്രൈവർ. അപ്പോൾ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നത് ഒരു സുപ്രഭാതത്തിൽ അത് നിശ്ചലമായി. അതിന് പകരം മാറാത്ത ചെക്കിൻ്റെ ഒരു കൂമ്പാരവും കയ്യിൽ കിട്ടി. അതാണ് സംഭവിച്ചത്. ഇനി അത് വ്യവസായം അവിടെ നിൽക്കട്ടെ. കൃഷിയിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ കേരളത്തിന് അനുഗുണമായ പിന്നെ കാർഷിക ഇനങ്ങൾ, തൈകൾ, വിത്തുകൾ മാർക്കറ്റുള്ളത്. അപ്പോൾ മാങ്കോസ്റ്റിൻ കേരളത്തിൽ നന്നായിട്ട് വിറ്റ് പോകുന്നതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്, എനിക്കുമുണ്ട്. റംബൂട്ടാൻ എന്ന് പറഞ്ഞ ഒരു ഫ്രൂട്ട് എനിക്കിതെല്ലാം ഉണ്ട്. അപ്പം എല്ലാ കൃഷിയും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്തരം കുറച്ച് സ്ഥലങ്ങളെ ഉള്ളെങ്കിൽ പോലും ആ സ്ഥലത്ത്, കുറഞ്ഞ സ്ഥലത്ത് വെച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാർഷിക വിഭവങ്ങൾ, അതിനെക്കുറിച്ച് അങ്ങൊന്ന് പറയാം. കേരളത്തിലിപ്പം എല്ലാവരും ഒരു റബ്ബർ കൾച്ചർ വന്ന് കേരളത്തിലുള്ള ഒരു കാലത്ത് റബ്ബറിന് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു, സബ്സിഡി ഉണ്ടായിരുന്നു. അങ്ങനെ കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും ഒരുവിധപ്പെട്ട കേരളത്തിൽ തനത് വൃക്ഷങ്ങൾ, മാവ്, പ്ലാവ്, പല സൈസ് ഫ്രൂട്ട്സ് മരങ്ങളുണ്ട്. ഇതെല്ലാം മുറിച്ച് മാറ്റി സബ്സിഡി കിട്ടാൻ വേണ്ടി 1 ഹെക്ടറിൽ 1-2 മരം നിർത്താവുള്ളതെന്ന് പറഞ്ഞ് തെങ്ങ് വരെ മുറിച്ച് മാറ്റി. അങ്ങനെ നമ്മുടെ തനതായിട്ടുള്ള പലവർഷ വൃക്ഷങ്ങളും തെങ്ങെല്ലാം നഷ്ടപ്പെട്ടു പോയി. റബ്ബറിനൊരു കുഴപ്പമെന്ന് വെച്ചാൽ റബ്ബറിന് ഇപ്പോൾ വിലയില്ല, വെട്ടാൻ ടാപ്പിംഗ് ആരില്ല, ഭൂരിപക്ഷം പേരും വെട്ടുന്നില്ല. ഇനി റബ്ബറിന് മുമ്പോട്ട് കൊണ്ടുപോയി റബ്ബർ വെച്ചാൽ തന്നെ റബ്ബറിന് വില ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ടാപ്പേഴ്സ് ഇല്ല. മലയാളികളാരും ടാപ്പിങ്ങിന് വരുന്നില്ല. ഉള്ളവരെല്ലാം ഏജ്ഡായവരൊക്കെ കാലം കഴിഞ്ഞ് അവരുടെ മക്കളാരും ടാപ്പിങ്ങിന് വരുന്നില്ല. ബംഗാളികളെ കൊണ്ടുവന്ന് ടാപ്പിങ് പഠിപ്പിച്ചെടുത്താൽ തന്നെ അവൻ മരം കുത്തി അത് നശിപ്പിച്ച് പഠിച്ചു വരുമ്പോഴത്തേക്കും അടുത്ത ഏതെങ്കിലും ഒരു പറമ്പുകാരൻ 5 രൂപ കൂട്ടി പറഞ്ഞ് അവൻ അങ്ങോട്ട് പോകും. അങ്ങനെ അതും തീർന്നു. പകരം കേരളത്തിൽ ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കി കിടുകയാണ് ഏറ്റവും വലിയൊരു ഒന്നാമത്തെ കാര്യം. ഈ പിന്നെ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന ഏത് മൃഗത്തിനെയും വെടിവെക്കാനും കൊല്ലാനുമുള്ള ഓർഡർ. കാരണം ഇപ്പോൾ കാട്ടാനയൊക്കെ ഒരുപാട് പെരുകി. എൻ്റെ പേപ്പർ മില്ലിൻ്റെ ഏരിയയിലൊക്കെ ഞങ്ങൾ 1934 എൻ്റെ ഗ്രാൻഡ് ഫാദർ വന്നു. 1948 എൻ്റെ ഫാദറൊക്കെ സ്വാതന്ത്ര്യ സമരത്ത് ജയിലിലായിരുന്നു. അവർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫാദറൊക്കെ വന്നതിന് ശേഷം 48-50 വരുന്നത്. ആ കാലത്തൊന്നും ആ പ്രദേശത്തൊന്നും യാതൊരുവിധ കാട്ടുമൃഗങ്ങളുടെ ശല്യമില്ലായിരുന്നു. ഇപ്പോൾ എന്ത് ചോദിച്ചാൽ സർക്കാർ നിബിഡവനങ്ങളെല്ലാം മുറിച്ച് മാറ്റി അക്വേഷ്യ, യൂക്കാലി, മാഞ്ചം പോലെ ഇത് നട്ടു. പ്രകൃതിക്ക് ദോഷമായിട്ടുള്ള സാധനങ്ങൾ നട്ടു. ഈ അക്വേഷ്യ, യൂക്കാലി, മാഞ്ചത്തിനകത്തൊന്നും പുല്ലുണ്ടാകത്തില്ല. പണ്ട് ഈ കടയ്ക്കാടെന്ന് പറഞ്ഞ പുല്ല്, പെരമേയുന്ന പുല്ല്, കന്നാലി പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ കാട്ടുപോത്ത്, കാട്ടുമൃഗങ്ങൾ, കാട്ടാനൊക്കെ കഴിക്കുമായിരുന്നു. അപ്പം ഇവിടുന്ന് ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലെല്ലാം മുറിച്ച് മാറ്റി. അപ്പോൾ ആ വനത്തിൽ ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം വന്നപ്പോൾ ഇതുങ്ങൾക്ക് അതൊന്നും കഴിക്കാൻ പോകല്ലോ, അതുങ്ങൾ നാട്ടുപുറത്തിറങ്ങാൻ തുടങ്ങി. അതിൻ്റെ പുറകെ കടുവ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വന്യമൃഗ ശല്യം ഉണ്ടായത്. ഇതെല്ലാം ഇപ്പോൾ മൂന്നാറിൽ തന്നെ അവിടുത്തെ കാലാവസ്ഥ മാറി. ഒരു 1975 കാലഘട്ടത്തിൽ മൂന്നാറിൽ -2-3 വരുന്ന കാലാവസ്ഥ ഉണ്ടായിരുന്നു. ഓടയിലൊക്കെ ഐസിൻ്റെ സ്ലാബ് കിടക്കുക. ഇപ്പോൾ ഏത് സമയത്ത് ചെന്നാലും അവിടെ ഉഷ്ണമാണ്. കാരണം മൂന്നാർ പോലുള്ള സ്ഥലത്ത് ആയിരക്കണക്കിന് ഏക്കർ വെട്ടിമാറ്റി യൂക്കാലി നട്ടു. കാലാവസ്ഥ മാറി. യൂക്കാലിയും അക്വേഷ്യ, മാഞ്ചത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ ഒരുവിധ ചെടികളുണ്ടാകത്തില്ല. കൊച്ചു കൊച്ചു മൃഗങ്ങൾ, കീരി, പെരുക്, അണ്ണാന്, പാറാന്, മുയൽ, ഇങ്ങനെയുള്ള ജീവികളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയും താണ്ടി ഇനി നാട്ടിലോട്ടിറങ്ങും ഈ മൃഗങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി. അതാണ് കാട്ടുമൃഗത്തിൻ്റെ ശല്യം. പിന്നെ നമുക്കിപ്പോൾ ഏറ്റവും നല്ലത് കേരളത്തിൽ നമുക്ക് വ്യവസായമായിട്ട് കാശ് നല്ല രീതിയിൽ കിട്ടുന്നത് അടയ്ക്കാമരം. എത്ര ഉണ്ടെങ്കിലും ഡിമാൻഡാണ്. അടയ്ക്കാമരം പണ്ടൊക്കെ ഈ വിദേശത്ത് അയക്കുന്ന തുണിത്തരങ്ങളിലെല്ലാം പിന്നെ മറ്റേ സിന്തറ്റിക് കെമിക്കൽ കളറുകളായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഓർഗാനിക് കളറാക്കി.
അപ്പോൾ ഈ അടയ്ക്കായുടെ വാക്കുകൊണ്ട് ഒരുപാട് കളർ ഉണ്ടാക്കും. കാരണം നമ്മൾ എക്സാമ്പിൾ നമ്മൾ മുറുക്കി കഴിയുമ്പോൾ തന്നെ ചുമക്കുകയാണ്. അടയ്ക്കായുടെ ഒരു ചെറിയ കറ തുണി പറ്റി ഒരിക്കലും അത് പോകത്തില്ല. അപ്പോൾ ഈ അടയ്ക്കായ ഇതുകൊണ്ട് ഒരുപാട് കളറ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, നോമ്പൻ, ചിലി ഇങ്ങനെയുള്ള രാജ്യങ്ങൾ, ആഫ്രിക്കൻ കൺട്രീസിൽ, അറേബ്യൻ കൺട്രീസിലൊക്കെ അടയ്ക്കായ്ക്ക് നല്ല ഡിമാൻഡാണ്. അവിടെ പാൻപരാഗും വാസനപ്പാക്കിനൊക്കെ ഈ അടയ്ക്കാനെ ചിപ്സാക്കി പല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഒരേക്കറിൽ ഒരു 660 അടയ്ക്കാൻ മരം വയ്ക്കാം. ഇൻഡസ്ട്രി മംഗളം എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ വെറൈറ്റി ഉണ്ട്. ഒരു 2.5 വർഷം കഴിയുമ്പോൾ ഒരു ഏക്കറിൽ നിന്ന് 5 ലക്ഷം രൂപ ലാഭം കിട്ടും. പിന്നെ തെങ്ങ് നല്ലൊരു ഇൻകമാണ്. കാരണം കേരളത്തിലുള്ള ഒരുതപ്പെട്ട തെങ്ങെല്ലാം നമ്മുടെ ഈ റബ്ബർ ബോർഡിൻ്റെ പ്രശ്നം കൊണ്ട് മുറിച്ചു മാറ്റി. പിന്നെ ചെല്ലി ശല്യം ഭയങ്കരമാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനം കഴിഞ്ഞ 10-50 വർഷം കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം വന്നു. അപ്പോൾ ആ കാലത്തിലുള്ള മഴയും ഒക്കെ കാരണം കൂമ്പ് വീഴ്ചലും പിന്നെ ഒരുപാട് കൃമികീടങ്ങൾ പുതിയതായിട്ടുണ്ടായി. അതൊക്കെ ഇതിനെ ബാധിക്കും. അതിനൊക്കെ കൃത്യമായിട്ട് മരുന്ന് കൊടുക്കുകയും മരുന്നടിക്കുകയും വളമിടുകയും ചെയ്ത് നടക്കും. പക്ഷേ ഇപ്പോൾ തെങ്ങി കയറാൻ ആളില്ല. ബംഗാളി വരുന്ന തെങ്ങ് കയറണമെങ്കിൽ 90 രൂപ കൊടുക്കണം. മലയാളികൾ ആരുമില്ല. അപ്പോൾ ആ തെങ്ങിനും പ്രശ്നമായി. ചെല്ലി കുത്തുമ്പോൾ ആ ചെല്ലി എടുത്ത് കളയാൻ ആളില്ല. പിന്നെ പോയിട്ട് മാങ്കോസ്റ്റിന് റംബൂട്ടാൻ ഇപ്പോൾ ഒരുപാട് അതിപ്രസരം വന്നുകൊണ്ട് റംബൂട്ടാനിന് വലിയ മാർക്കറ്റില്ല. പക്ഷേ മാങ്കോസ്റ്റിന് എത്ര ഉണ്ടെങ്കിലും ചിലവാകും. പക്ഷേ ഈ അകാലത്തുള്ള മഴ കാരണം ഫംഗസ് പിടിച്ച് മാങ്കോസ്റ്റിനും കേടായി തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഈ വനഭൂമിയോടനുബന്ധിച്ച സ്ഥലങ്ങളെല്ലാം ഇതിൻ്റെ വേഴാമ്പൽ, കുരങ്ങ്, മയിൽ ഇത് വന്ന് ഈ വിളകളെല്ലാം നശിപ്പിക്കും. പച്ചക്കറി കൃഷി ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റാതെ മയിൽ വന്ന് ചെറുതിലേക്ക് ഇത് കിളിപ്പുമ്പോഴേ കൊത്തി തിന്നും. അപ്പോൾ എല്ലാം വേഴാമ്പൽ വന്ന് ജാതിക്ക ഊരിയെടുക്കും. പിന്നെ മലയണാൻ വന്ന് തെങ്ങ് മൊത്തവും തുരക്കും, കുരങ്ങ് പിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധിയുണ്ട്. ഇതിനൊക്കെ കണ്ണിക്കുകയാണെന്നുണ്ടെങ്കിൽ തെങ്ങ്, അടയ്ക്കാമരം, ജാതി, പിന്നെ നമ്മുടെ ഈ കോട്ടുകോണമാവെന്ന് പറഞ്ഞ തിരുവനന്തപുരം വെറൈറ്റി ഉണ്ട്. അതിന് ഭയങ്കര ഡിമാൻഡാണ്. അതിന് പെട്ടെന്ന് പുഴുവിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. തന്നെയല്ല അത് വിദേശത്തൊക്കെ വലിയ ഡിമാൻഡാണ്. അതിന് പ്രത്യേക കളറും അകത്ത് നാരൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ലൊരിതാണ്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇത് ഇപ്പോൾ ഇത്തവണ മാവ് പൂക്കേണ്ട സമയമാണ്. ഇപ്പോൾ പെട്ടെന്ന് കുറേ മഴ വന്നു. എൻ്റെ വീട്ടിൽ തന്നെ ഒരു മാവ് ഒരു വർഷം 5-6 കൊമ്പേ ഉള്ളത് 35,000 രൂപയ്ക്ക് ഒരു വർഷം അടങ്ങൽ കൊടുക്കുന്നത്. ഇത്തവണ പൂത്തതെല്ലാം പോയി. അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. കേരളം വിട്ട് കഴിഞ്ഞാൽ ഈ ആന്ധ്ര, കർണാടക, തമിഴ്നാട്ടിലൊക്കെ അവിടെ നല്ല ചൂടുള്ളതുകൊണ്ട് മാവിന് ദോഷം വരത്തില്ല. മാവിന് ഒരിക്കലും അതിൻ്റെ ചുവട്ടിൽ വെള്ളം ആദ്യം വരാൻ പാടില്ല. മഴ വന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതിന് കായെല്ലാം പൊഴിക്കും, ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാവും. അങ്ങനെ പ്രകൃതിദത്തമായിട്ടും കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ദോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലുള്ള തൊഴിലാളി ഷോർട്ടേജ് വലിയ ബുദ്ധിമുട്ടാണ്. തമിഴന്മാരാരും ഇപ്പോൾ ഇല്ല, അവരെല്ലാം തിരിച്ചു പോയി. അവിടേക്ക് ഒരുപാട് ഫാക്ടറികൾ കാർഷിക മേഖലയിലും വ്യവസായ മേഖലകളിലും ഒരുപാട് യൂണിറ്റുകൾ തുടങ്ങിയതുകൊണ്ട് അവരെല്ലാം തിരിച്ചു പോയതുകൊണ്ട് അവരും ഇല്ല. പിന്നെ ഇവിടുത്തെ വ്യവസായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പലചരക്ക് പച്ചക്കറിക്കട, ഹോട്ടൽ ഇതൊരു 95% തമിഴന്മാരുടെയിലാണ്. മലയാളികളാരും നടത്തുന്നില്ല. തമിഴന്മാരെന്ന് വെച്ചാൽ അവൻ്റെ കുടുംബത്തോടെ വന്ന് കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് പണിയിന് പോകും. ഇവിടെ നമുക്ക് തൊഴിലാളികളെ ആശ്രയിക്കാനൊന്നും പറ്റത്തുമില്ല. ഇപ്പോൾ പ്രതിപത്തിയുള്ള തൊഴിലാളികളില്ല, മനസാക്ഷിയില്ല. കാരണം ഇവരെ എല്ലാവരും ചൂഷണം ചെയ്യുക എന്നുള്ള മനസ്സിലാക്കിയോടുകൂടി രാഷ്ട്രീയക്കാർ അവരവരെല്ലാം വലിയ നിലയിൽ ആകുന്നു. നമുക്കൊന്നുമില്ല, എന്നാൽ നമുക്ക് കിട്ടുന്ന പിടിക്കാമെന്ന് പറഞ്ഞാൽ അവരും തിരിഞ്ഞതോടുകൂടി നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ രാജ്യം കലാശിക്കുകയാണ്. അതിന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ പ്രതിപക്ഷം ഭരണകക്ഷി ഒറ്റക്കെട്ടായിട്ട് നിന്നു ഫാക്ടറി കൊണ്ടുവരാനും വ്യവസായവും കൃഷിയും കൊണ്ടുവരാനും ഒരുമിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ഇപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുകയാണ്, BJP ഗവൺമെൻറ് എക്സാമ്പിൾ ഭരിക്കുകയാണ്. അപ്പോൾ ആ ഗവൺമെൻറ് നയത്തോടനുബന്ധിച്ച് അനുകൂലമായിട്ട് നിന്ന് കാശ് വാങ്ങിക്കുന്നതിന് പകരം അവരെ എതിർത്തിട്ട് ഫണ്ട് വരേണ്ട നിയമം അനുസരിച്ച് നമ്മുടെ ഭരണഘടന അനുസരിച്ച് കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യം കിട്ടിയെങ്കിലേ നമുക്ക് ഫണ്ട് വരുള്ളൂ, പല കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉള്ളൂ. അതിനെ നമ്മൾ നവശകാന്തരം എതിർത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു രീതിയിലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ അതിനുള്ള വരുമാനവും. തമിഴ്നാടൊക്കെ എതിർക്കുകയെന്ന് വെച്ചാൽ അവിടെ ഇഷ്ടംപോലെ ഫാക്ടറികളുണ്ട്. ഇവിടെ തന്നെ BMW ഇവിടെ വരാനായിട്ട് തുടങ്ങി. ഞങ്ങളൊക്കെ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ എല്ലാം കൊച്ചി ലേ മെറിഡിയനിൽ പോയി മീറ്റിംഗ് അന്ന് അച്യുതാനന്ദൻ സഖാവിൻ്റെ നേതൃത്വത്തിൽ 10,000-2,000 പേരെ കൊണ്ടുവന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി അവരെ അവിടെ നിന്ന് ഓടിച്ച്. അവർ തമിഴ്നാട്ടിൽ പോയി. 4,000 കോടിയാണ് അവർക്ക് സെൻട്രലൈസ് ചെയ്ത് ഒരു വർഷം കിട്ടുന്നത്. 10,000-20,000 പേർക്ക് തൊഴിലായി. അതുപോലെ ബെൻസ് കമ്പനി ഇവിടെ വരാൻ തുടങ്ങി, അതിനെ ഓടിച്ചു. ഇത് കൂടാതെ പവർ പ്ലാന്റുകൾ, കാസർഗോഡ് പണ്ട് പവർ പ്ലാന്റ് ഇത് വന്ന് അതിന് സമ്മതിച്ചില്ല. കായംകുളത്ത് തെർമൽ സ്റ്റേഷൻ വന്ന് അതിനെ സമ്മതിച്ചില്ല. പകരം ഡീസലിൽ ഓടിക്കുക, നഷ്ടത്തിൽ ഓടുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ പഴയ കാലഘട്ടത്തിൽ ഓരോ നേതാക്കന്മാരും എടുത്തതുകൊണ്ടാണ് ഈ ആന്റണി സാറിൻ്റെ ചാരായ നിരോധനം. ഇതൊക്കെ ഇവർ ഒരു സുപ്രഭാതത്തിന് നേരം വിളിക്കുമ്പം ആരെങ്കിലും പറഞ്ഞു കേൾപ്പിക്കും, അത് വെച്ചങ്ങ് തീരുകയാണ്. എന്നാൽ പരസ്പരം ഒന്ന് ആലോചിക്കുകയോ നമ്മളെപ്പോലെ വ്യവസായികളെ വിളിച്ച് മീറ്റിംഗ് നടത്തുമോ ഒന്നും ചെയ്യില്ല. തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിന് ബന്ധപ്പെട്ട ആ മേഖലയിൽപ്പെട്ട ആൾക്കാരെ വിളിച്ചു കൂട്ടി ഒപ്പീനിയൻ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അവിടെ ആര് ഭരിച്ചാലും DMK അല്ല ADMK ആയിരുന്നാലും. അനുഭവം പറയാം, തമിഴ്നാട്ടിലൊക്കെ ഞാൻ ഒരുപാട് വ്യവസായം ഈ പേപ്പർ എൻ്റെ 7 സംസ്ഥാനങ്ങളിൽ കൊടുക്കുമായിരുന്നു.
അപ്പോൾ ഇവിടെ എല്ലാ മാസത്തിൽ 2 പ്രാവശ്യം പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ അറിയാമായിരുന്നു. പിന്നെ അവിടെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ ഒരു കറണ്ടിന് ആപ്ലിക്കേഷൻ കൊടുത്ത് വൈകിട്ട് 5 മണിക്ക് ജയലളിതയുടെ കാലത്ത് ഒരു ഓർഡറായിരുന്നു. വൈകിട്ട് 5 മണിക്ക് കണക്ഷൻ കൊടുത്തില്ല, ഈ ഉദ്യോഗസ്ഥൻ വീട്ടിൽ വന്ന് പറയും ഡേറ്റ് ഒന്ന് തിരുത്തി തരാമോ, നാളത്തെ ഡേറ്റ് ഇട്ട് ഞങ്ങൾക്കൊന്ന് പറ്റിയില്ല എന്ന് നമ്മുടെ കാല് പിടിച്ച് പിറ്റേ ദിവസം ഡേറ്റ് ഇട്ട് വാങ്ങിച്ചിട്ട് അന്ന് കറണ്ട് കണക്ഷൻ കൊടുക്കുക. ഇവിടുത്തെ സ്ഥിതി അതാണ്. ഇവിടെ നമ്മുടെ കാർഷിക മേഖലയിൽ മരങ്ങൾ വെയിൽ കൊണ്ട് കരിഞ്ഞു പോയാലും നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്തൊന്നും നമുക്ക് കണക്ഷൻ തരില്ല. നടത്തിച്ച് അതിൻ്റെ കാര്യങ്ങൾ നോക്കി പഞ്ചായത്ത് ലൈസൻസ് കെട്ടിടത്തിന് ഇവിടെ 4 കാലിലുള്ള ഇവിടെ തമിഴ്നാട്ടിലൊന്നും ചുമ്മാ ഒരു ചെറിയ 4 കാലിൽ കമ്പി കുത്തി അതിൻ്റെ മുകളിൽ ഒരു ടിൻ ഷീറ്റോ ഒരു പനയോല എടുത്ത് വെച്ചാൽ അവന് കറണ്ട് കണക്ഷൻ കൊടുക്കും. ഒരു പഞ്ചായത്ത് നമ്പരും വേണ്ട. ഇവിടെ പഞ്ചായത്ത് നമ്പർ വേണം. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വന്ന് പറയും ഇഷ്ടിക കെട്ടി അടയ്ക്കണം, മുകളിൽ ആംഗ്ലർ ഇട്ട് മേൽക്കൂര വേണം. എല്ലാവരും പ്രൊട്ടക്ഷനാണ് പറയുന്നത്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അതിനുള്ള ഡിലേ വരുമ്പോഴത്തേക്കും നമുക്ക് കറണ്ട് കണക്ഷൻ കിട്ടില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നം. അവിടെ 100% കൃഷിക്ക് ഫ്രീ ആണ് വൈദ്യുതി. അതായത് നമുക്ക് 44 നദികൾ, 40 ഇങ്ങോട്ടും 4 കിഴക്കോട്ട് വീഴുന്ന നദികളുള്ളിടത്ത് ഇതൊന്നും ഇല്ലാത്ത തമിഴ്നാട്ടിൽ കറണ്ട് കൃഷിക്കാർക്ക് ഫ്രീ ആണ്. അവൻ എത്ര ലക്ഷം രൂപ ഉപയോഗിച്ചാലും. ഇവിടെ അതൊക്കെ എടുത്ത് കളഞ്ഞു. ആര്യാട മുഹമ്മദ് സാറിൻ്റെ കാലത്ത് അതൊക്കെ എടുത്ത് മാറ്റി. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുക്കും, സാറേ കൃഷിക്കാർക്ക് നമ്മൾ ഇത്ര ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ വെള്ളത്തിൽ നിന്നാണ് കറണ്ട്, ഒരു പൈസ പോലും ചിലവില്ല ഒരു യൂണിറ്റ് ഉണ്ടാക്കാനായിട്ട്. അതിന് 6, 7, 8 രൂപയാണ് മേടിക്കുന്നത്. പിന്നെ വേറെ വലിയ പിന്നെ ഇത് മാക്സിമം ഡിമാൻഡ് എന്നൊരു സംഗതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആർക്കും അറിയപ്പെടാത്തൊരു തട്ടിപ്പ്. സാറിൻ്റെ വീട്ടിൽ സാറിന് 100 kVA മാക്സിമം ഡിമാൻഡുണ്ട്. അത് ആ 100 വയ്ക്കും. അപ്പോൾ സാറിൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്ന്, അല്ലെങ്കിൽ സാറിൻ്റെ വീട്ടിൽ ഒരു ദിവസം 24 മണിക്കൂർ ഫാൻ ഉണ്ടെങ്കിൽ നീ 100ൽ നിന്ന് മാറി 110 ആയി കഴിഞ്ഞാൽ ഞാൻ വരുന്നതിന് 3 ഇരട്ടി ചാർജാണ്. ഒരു കാര്യമില്ല. ആ 10 യൂണിറ്റിന് സാറിന് ഒരു യൂണിറ്റിന് 10 രൂപയാണെന്നുണ്ടെങ്കിൽ ആ അടുത്ത 10 യൂണിറ്റിന് സാറിന് 100 രൂപ കൊടുക്കണം മാക്സിമം ഡിമാൻഡെന്ന് പറഞ്ഞ്. പലരും ശ്രദ്ധിക്കപ്പെടില്ല. നമ്മൾ കറണ്ട് കണക്ഷൻ എടുക്കുമ്പോഴത്തേക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ പോകും. മാസം തോറും ബില്ല് വരും. ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചതികളുണ്ട്. അല്ല, ഇതൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ ഇപ്പോഴേ നമ്മൾ സോളാർ, കേരളത്തിൽ നല്ല ചൂടുള്ള സ്ഥലമാണ്, സോളാർ വൈദ്യുതി ധാരാളമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. പക്ഷേ സോളാർ കണക്ഷന് വേണ്ടി സോളാർ പാനലുകൾ വെച്ചവരെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നുള്ളതാണ് ഇലക്ട്രിസിറ്റി ബോർഡ് ആലോചിക്കുന്നത്. ഇതിന് എല്ലാം ഉപരിയായിട്ട് കുറേ മഹാത്മാക്കൾ ഇലക്ട്രിസിറ്റിയുടെ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശുദ്ധ വിവരക്കേട് പറയാൻ, ജനദ്രോഹം ചെയ്യാൻ വേണ്ടി കുറേ ആത്മാക്കളെ അവിടെ പിടിച്ച് കുടിയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് എക്സസ് വിദ്യുച്ഛക്തി സോളാറിൽ നിന്ന് കൊടുക്കാം, നമുക്കത് വേണ്ട. വിദ്യുച്ഛക്തിക്ക് ഒരു മന്ത്രി ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്തുതിയായിട്ടിരിക്കട്ടെ. ഇവിടെ ഒരു കാര്യവും നമ്മുടെ സംസ്ഥാനം നടക്കുന്നില്ല. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നമുക്ക് കേരളത്തിൻ്റെ മുന്നിലാണ് നമ്മളിവിടെ ക്ഷേമം, അത് ഇതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. തമിഴ്നാട് നമ്മളെ മുന്നിലാണ്. UP ഏറ്റവും അധികം വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് UPയിലാണ്. കുറച്ചു കാലം മുമ്പ് ഞാൻ ഗുജറാത്ത് പോയി. ഗുജറാത്തിൽ എന്ത് വലിയ വികസനങ്ങളാണ്. മോദിയെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് കാര്യം നല്ല ഗംഭീരമായിട്ടാണ് ഗുജറാത്ത് പോകുന്നത്. മഹാരാഷ്ട്ര നമ്മൾ നോക്കാമെങ്കിൽ ഇപ്പം തന്നെ ബീഹാറിലെ നളന്ദ യൂണിവേഴ്സിറ്റി നമ്മൾ കണ്ടാൽ അന്തം വിട്ടു. യൂണിവേഴ്സിറ്റിയാണ്. അപ്പം അവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി ചെന്നാൽ കൊടിതോരണങ്ങളും കൊട്ടി യൂണിവേഴ്സിറ്റിയെ വികൃതമാക്കി എന്തെങ്കിലുമൊക്കെ വെച്ചിരിക്കുക. നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഒരു വേസ്റ്റ് ആ റോഡിൽ കാണാനില്ല. അത്ര ഗംഭീരമായിട്ടാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, കേരളത്തിലെ പൊതുസമൂഹം, അതായത് സിവിൽ സൊസൈറ്റി ഉണരണം. ആ സിവിൽ സൊസൈറ്റി ഉണരണമെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ആളുകളുണ്ടാകണം. അങ്ങയെ സംബന്ധിച്ചിടത്തോളം വ്യവസായ രംഗത്ത് പിന്നെ ഒരു പരീക്ഷണം നടത്തിയ ആളാണ്. ആത്മാർത്ഥമായിട്ട് വ്യവസായം തുടങ്ങി, കുറേ ആളുകൾക്ക് ജോലി കൊടുത്തു. അത് പിന്നെ ഗവൺമെൻറ്റിൻ്റെ വികലമായ നയം കൊണ്ട് അത് ബുദ്ധിമുട്ടായി. കാർഷിക രംഗത്ത് തന്നെ കൃഷി ആയിട്ട് പോയി, അവിടെയും ഗവൺമെൻറ്റിൻ്റെ വികലമായ നയം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ലോകത്തൊക്കെ മറ്റ് രാജ്യങ്ങളിൽ വികസിക്കുന്നത് നേരിട്ട് കാണാൻ അവസരം കിട്ടിയ ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇന്നത്തെ പോക്കിൽ അങ്ങേപോലെ ഞാനും വ്യക്തിപരമായി ദുഃഖിതനാണ്. പക്ഷേ നമുക്ക് നമ്മുടെ പൊതുസമൂഹം ഉണരാതെ നമ്മുടെ സംസ്ഥാനം മാറും എന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്തായാലും ശരി, അങ്ങയുടെ ഈ വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വ്യാവസായ രംഗത്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ പറയുന്നത്? അനുഭവ സാക്ഷ്യമല്ലയോ പറഞ്ഞത്? അപ്പോൾ അതിനകത്ത് സന്തോഷമുണ്ട്. ഇത്തരം ആളുകളുടെ ഈ ബുദ്ധിമുട്ടെങ്കിലും നമ്മുടെ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കട്ടെ. സിവിൽ സൊസൈറ്റി അവർ ജീവിക്കുന്ന സ്വന്തം സമൂഹത്തെക്കുറിച്ച്, അവർ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളെ പിന്നെ ഭരണാധികാരികളെക്കുറിച്ച് മനസ്സ് തുറന്ന് ചിന്തിക്കാനും ധീരമായി തീരുമാനമെടുക്കാനും വോട്ട് ചെയ്യാൻ പോകുന്ന ജനത്തിനും പൊതുസമൂഹത്തിനും ബോധമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. എന്തായാലും ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ തന്നതിൽ വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഒത്തിരി സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.